ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ 2900 സ്ക്വയർ ഫീറ്റിൽ 13 സെൻറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടൊക്കെ കേട്ടോ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ. വീടിൻ്റെ മുറ്റത്ത് ഇതാ കട്ടൊക്കെ പറിച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ പതിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ റെക്ടിഫൈഡ് ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്തായിട്ടും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനിതാ നമ്മൾ നേരെ കടന്നു ചെല്ലുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. വീട് മൊത്തത്തിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാട്ടോ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രണ്ട് ഏരിയയിലായിട്ട് ഇതാ 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ 2 ഭാഗത്തായിട്ട് ചെടികളൊക്കെ വെച്ച് മനോഹരാക്കിയിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്ന ഏകദേശം ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ. ഇതാ കടന്നു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ സിമ്പിളായിട്ടുള്ളൊരു ടേബിളും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തായാലും ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ട് ലൈറ്റുകളൊക്കെ വെച്ച് മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പോർച്ച് വരുന്നത്. പിന്നെ ഇവിടെയും ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞൊരു അക്വേറിയം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അത് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട്. ഇനിതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ മെയിൻ ഡോറിലേക്കാട്ടോ. മെയിൻ ഡോറ് തേക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ് കേട്ടോ. അപ്പം ഡോറിലാണെങ്കിലും സിമ്പിളായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ നേരെ നമ്മൾ ഹോളിലേക്കാണ് കേട്ടോ പ്രവേശിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്തായിട്ട് ഇതാ വാളിൽ ഇങ്ങനെ ഒരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായാലും ജിപ്സം വർക്കും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയേൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതാ കുറേ പർഗോളകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായാലും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് അതിന് ഭംഗി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ കൊണ്ട് മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതാ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ സെറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഗ്ലാസ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് TV ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു വുഡൻ ടച്ച് വരുന്നൊരു കളർ കോമ്പിനേഷനും തീമുമാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ കേട്ടോ ഇതിൻ്റെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഹാൻഡിലായാലും സ്റ്റെപ്പായാലും എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റെയർ കേസ് പ്രത്യേകമായിട്ട് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും സിമ്പിളായിട്ടുള്ളൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കർട്ടൻസ് ആയാലും എല്ലാം കോട്ടൺ ടൈപ്പിൽ വരുന്ന ഈ ഒരു കർട്ടൻസ് ആട്ടോ എല്ലാ ഭാഗത്തും യൂസ് ആക്കിയിട്ടില്ല. ഡൈനിങ് ഹാളിലായാലും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് മനോഹരാക്കിയിട്ടുണ്ട്.
ഇനിതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഈ ഒരു വീട്ടിൽ ടോട്ടൽ 5 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. എല്ലാം വുഡൻ ടച്ചിൽ തന്നെയാണ് കേട്ടോ, ഡോസായാലും വിൻഡോസായാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം റൂമിൽ തന്നെ ആയാലും ജിപ്സം വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ വരുന്ന അൾമറയും കട്ടിലും ഒക്കെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇപ്പം ബാത്റൂമിൻ്റെ ഡോസായാലും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ടാണ് കേട്ടോ. ഇവിടെ 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വുഡിൻ്റെ തന്നെ ചെയർസും ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഇപ്പം ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടായാലും നമ്മൾ നടക്കുന്ന വഴികളിലോ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡൈനിങ് ടേബിൾ ഒരു പ്രത്യേകമായിട്ട് തന്നെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പ്രയർ റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ജിപ്സം വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ആ ഒരു ഏരിയയും പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്രയർ റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതിന് അനുസരിച്ചുള്ള മാറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ കുറേ ഷെൽഫുകൾ കാര്യങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അടിഭാഗത്തും സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രീതിയിലൊക്കെ വുഡിൻ്റെ ആ ഒരു തീമിലാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ചെയ്യിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഇവിടെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു കട്ടിലും പിന്നെ അതേപോലെ തന്നെ മിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തും ചെറിയ രീതിയിലൊക്കെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും വുഡിൻ്റെ ഇതിൽ വരുന്ന അൾമറ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരാക്കിയിട്ടുള്ള ഒരു ഷോക്കേസിൻ്റെ ഏരിയ കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് വുഡിൻ്റെയും വൈറ്റും കളർ കോമ്പിനേഷനിലാട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത് കേട്ടോ. ഈ ഒരു വീടിൻ്റെ എല്ലാ റൂമുകളിലും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ സെറ്റായിട്ട് വരുന്ന കട്ടിലും അൾമറയൊക്കെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സ്റ്റഡി ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു വൈറ്റ് കളർ തീമിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം കട്ടിലും അൾമറയും ഒരുമിച്ച് അങ്ങനെ സെറ്റായിട്ട് വരുന്ന അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. എല്ലാ റൂമുകളിലും അതിനനുസരിച്ചിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഷോക്കേസിൻ്റെ ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കാണ് കേട്ടോ. വീടിൻ്റെ മെയിൻ ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെയർ കേസ് എന്ന് പറയുന്ന. എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകമായിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അതും വുഡിൽ തന്നെ ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ അതിന്. മുകൾ ഭാഗത്ത് ചെറിയ രീതിയിൽ പർഗോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എല്ലാം മരത്തിൽ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതിന്. മുകൾ നിലയിലായിട്ട് 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. ഇവിടെയും സിമ്പിളായിട്ടുള്ളൊരു കട്ടിലും അതേപോലെ തന്നെ അൾമറയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂമിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം എത്തുന്ന രീതിയിലാണ് കേട്ടോ വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്ന മുകൾ ഭാഗത്തുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടുത്തെ ബാത്റൂമിലെല്ലാം വാളിൽ മാർബോണേറ്റും ഫ്ലോറിൽ ടൈലും ആണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ പുറത്തേക്കായിട്ട് ചെറിയൊരു സിറ്റ് ഔട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മൾ പോകുന്നത് വീടിൻ്റെ കിച്ചണിലേക്കാണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു തീമാണ് കേട്ടോ കിച്ചണിന് വേണ്ടിയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. കിച്ചൻ്റെ വാളിലാണെങ്കിലും ഒരു ലൈറ്റ് വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കിച്ചണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വർക്ക് ഏരിയയും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്റ്റോർ റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനിയും മറ്റൊരു വീടിൻ്റെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം.